ഇന്നത്തെ വീഡിയോ തിരുവാതിര ദിവസം എടുത്തൊരു വ്ളോഗാണ്. അപ്പം ഞാനും അമ്മയും റെഡിയായിട്ട് അമ്പലത്തിലോട്ട് ചെന്നപ്പോൾ നമ്മുടെ അമ്മമാർ ഭജന പാടുന്നുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് വിളക്കൊക്കെ വെച്ച് ഞങ്ങൾ തിരുവാതിര കളിക്കാൻ വേണ്ടി തുടങ്ങി. ഞങ്ങളിതിലാരും പ്രൊഫഷണലി പഠിച്ചിട്ടുള്ളവരോ കളിക്കുന്നവരോ ഒന്നുമല്ല. ഞാൻ കുഞ്ഞിലേ തൊട്ട് എൻ്റെ അമ്മ കളിക്കുന്നത് കണ്ടിട്ടാട്ടോ ഞാൻ തിരുവാതിര കളിക്കാൻ വേണ്ടി പഠിച്ചത്. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പങ്കെടുക്കാനും ചെയ്യാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന് കുറച്ച് ഇടവേള എടുത്ത് ഞങ്ങൾ എട്ടങ്ങാടി കഴിച്ചു. എട്ടങ്ങാടി എന്ന് പറയുന്നത് നമ്മുടെ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ വെച്ചുണ്ടാക്കുന്നൊരു ഫുഡ് ഐറ്റം ആട്ടോ. അത് തിരുവാതിര ദിവസമാണ് മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. ധനുമാസത്തിലെ തിരുവാതിര എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീ പാർവതി ദേവി തപസ്സിരുന്ന് ശ്രീ പരമേശ്വരനെ പ്രത്യക്ഷപ്പെടുത്തിയ ദിവസമാണ്. അന്നേ ദിവസം സുമംഗലികളായ സ്ത്രീകൾ ഭർത്താവിനും കുട്ടിക്കും കുടുംബത്തിനൊക്കെ വേണ്ടിയിട്ട് വ്രതം എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ 12 മണിയാകുമ്പോഴത്തേക്കും ദശപുഷ്പം എടുക്കാൻ വേണ്ടിയിട്ട് പോവേ. നമ്മൾ പാട്ടൊക്കെ പാടി നല്ല കയ്യൊക്കെ കൊട്ടി നല്ല നല്ല രസത്തിലാട്ടോ പോകുന്നത്. ഇത്തവണ ഞാനാണ് ദശപുഷ്പം എടുത്തത്. അതുപോലെ തന്നെ എടുത്ത് നമ്മൾ തിരിച്ചും പാട്ടൊക്കെ പാടി അമ്പലത്തിന് വലമൊക്കെ വെച്ചിട്ട് നമ്മൾ ദശപുഷ്പം കൊണ്ട് വിളക്കിന് മുന്നിൽ വെച്ച് നമ്മളതെല്ലാവർക്കും കൊടുക്കും. നമ്മളത് തലയിൽ ചൂടും. ഓരോ പുഷ്പത്തിനും അതിൻ്റേതായ ഔഷധ ഗുണങ്ങളും ആധ്യാത്മിക പ്രാധാന്യവും ഉണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ തിരുവാതിര വിശേഷങ്ങൾ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബായ്.